ഡൽഹിയിലെത്തി അമിത്ഷായെ കെട്ടിപ്പിടിച്ചിട്ടും പിണറായിക്ക് പ്രത്യേക ഗുണമൊന്നും ഉണ്ടായില്ല. ഡൽഹിയിലെത്തി അമിത്ഷായുമായി ചായ കുടിച്ചു, ഒപ്പമിരുന്നു, കെട്ടിപ്പിടിച്ചു. പിന്നീട് അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഞാനും കേന്ദ്രവുമായി വലിയ ബന്ധമാണ്, ഞങ്ങൾ വലിയ അടുപ്പക്കാരാണ് എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ അടക്കം സൈബർ ടീമുകൾ പറഞ്ഞത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒത്തുതീർക്കാൻ വേണ്ടിയുള്ള പിണറായിയുടെ സന്ദർശനമായിരുന്നു, കേന്ദ്ര നേതാക്കളുമായിട്ട്, കേന്ദ്രമന്ത്രിമാരുമായിട്ട് എന്നുള്ള ചില സൂചനകളൊക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ സൈബർ സെൽ അടക്കം പറഞ്ഞു പരത്തിയത്. എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അതെല്ലാം ഷൂ എന്നായി. ഇന്ന് രാവിലെ സുപ്രധാനമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. പിണറായി വിജയന്റെ ഗൾഫ് യാത്രയ്ക്ക് കടും വെട്ട് വന്നിരിക്കുന്നു. കേന്ദ്രം പിണറായി വിജയന്റെ ഗൾഫ് യാത്രയ്ക്ക് കടും വെട്ടുവെട്ടി. ഇനി പിണറായി ഗൾഫിൽ പോയി സ്വർണ്ണക്കടത്തോ ഡോളർ കടത്തോ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുകയോ ഒന്നും വേണ്ട. ഗൾഫിലേക്കുള്ള പിണറായിയുടെ യാത്ര തൽക്കാലത്തേക്ക് വേണ്ട എന്ന് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. ഈ മാസം 16-ാം തീയതി ഗൾഫിലേക്ക് പോകാൻ വിവിധ രാജ്യങ്ങളിൽ പോയി സന്ദർശനം നടത്താനായിരുന്നു പിണറായി പദ്ധതിയിട്ടത്. ആ നീക്കത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. പിണറായിയുടെ ഗൾഫ് യാത്രയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അമിത്ഷായെ കെട്ടിപ്പിടിച്ചിട്ട് ചൂടാറും മുമ്പ് തന്നെ അമിത്ഷാ കൃത്യമായി തന്നെ കൊടുത്തു